നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഹനു. അപ്പോൾ പാർട്ട് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടോ. ഇതിൽ തുടക്കത്തിൽ ലൂഷിയും ബാഹ്ലിയും ക്യാൻറ്റീനിലോട്ട് പോകുന്നു. അവിടെ ആരോ കഴിച്ചു പോയ പാത്രമുണ്ട്, അതിൽ 3 ചോപ്സ്റ്റിക് ഉണ്ട്. ഇത് കണ്ട ഉടനെ ബാഹ്ലി പറഞ്ഞു, എന്താടി നിന്നെ പോലെ ആരോ 3 ചോപ്സ്റ്റിക് വെച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. ഷെയ്ന അങ്ങനെയാണ് കഴിക്കാറ്. നമ്മൾ വരുന്നതിന് മുന്നേ അവൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, എന്നാൽ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ബാഹ്ലി ലൂഷിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ നീ ചിരിക്കുന്നത്? നിന്നെ പോലെ ഉള്ളവർ ഇതുപോലെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നീ വളരെ ജീനിയസ് ആണല്ലോ. നീ ലവ് ചെയ്താൽ ഇതുപോലെ സില്ലി കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു. എന്നാൽ നോക്ക്, നീയോ ഈ കാര്യത്തിൽ ഒന്നാണ്. നമുക്ക് കാർഡ് ഗെയിം കളിക്കാം. നീ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യൂ. അപ്പോൾ ലൂഷി അതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു കൊടുത്തു. അത് നോക്കിയിട്ട് ബാലി പറഞ്ഞു, അയ്യോ നിനക്ക് ഈ നേരം ശരിയല്ല, ഇതിലിരിക്കുന്ന നിനക്കൊരു വലിയ പ്രശ്നം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ലൂഷി അത് മൈൻഡ് ആക്കിയില്ല. ദെൻ നെക്സ്റ്റ് ഡേ ആയി. കോളേജിൽ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നു, ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ. ഫുൾ ടീമിൽ നിന്ന് 2 ടീമായി തിരിഞ്ഞു. ഒരു ടീമിൽ നമ്മുടെ ഷെയ്നും ഉണ്ട്. അത് കാണാൻ വേണ്ടി ലൂഷിയും ആ സ്ഥലത്തേക്ക് പോയി. ആ കോമ്പറ്റീഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ലവ് ചെയ്യുന്നത് സെൽഫ്ലെസ് ആണോ അതോ സെൽഫിഷ് ആണോ? അതായിരുന്നു ക്വസ്റ്റ്യൻ. ഷെയ്ൻ്റെ ഓപ്പോസിറ്റുള്ള ടീം പറഞ്ഞു ലവ് സെൽഫ്ലെസ് ആണ്. എന്നാൽ ഷെയ്ൻ പറഞ്ഞു ലവ് സെൽഫിഷ് ആണ്. എന്ത് സെൽഫിഷ് എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ റീസൺ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പോസിറ്റ് ടീം പറഞ്ഞു ലവ് എന്നാൽ സെൽഫ്ലെസ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെ ലവ് ചെയ്യുന്നു അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അവർ നന്നായിരിക്കണമെന്ന് എന്നും നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഞാൻ സെൽഫ്ലെസ് ആണെന്ന് പറയാൻ കാരണം. ഇത് സെൽഫിഷ് ആവാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ നമ്മൾ ഷെയ്ൻ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇല്ല, തീർച്ചയായും ലവ് എന്ന സെൽഫിഷ് ആണ്. അതെന്താണെന്നറിയുമോ? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ മാത്രം സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. അതോടെ ഇതിൽ നിറയെ എക്സ്പെക്ടേഷനും ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നല്ല നമ്മൾ പാർട്ട്ണർ നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് സെൽഫിഷ് ആണല്ലോ, സോ അതുകൊണ്ട് നോക്കിയാൽ ലവ് എന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഷെയ്ൻ പറഞ്ഞു. ബട്ട് ഷെയ്ൻ ഇപ്പോൾ പറഞ്ഞതിലും ലൂഷിക്ക് അവനോടുള്ള ഇഷ്ടത്തിലും ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? നമ്മുടെ ലൂഷി 15 വർഷമായിട്ട് ലവ് ചെയ്യുന്നു. അവനെ കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇതിന് പകരം അവൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇത് സെൽഫ്ലെസ് ആയ ലവ് ആണ്. ബട്ട് ഷെയ്ൻ ലവിനെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഷിയാനില്ലേ, അവളെ കുറിച്ച് ഓർത്തിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. ദെൻ ആ കോമ്പറ്റീഷനിലെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. അതിൽ നമ്മുടെ ഷെയ്നാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ ബാഹ്ലിയുടെ ബോയ് ഫ്രണ്ടില്ലേ, അവൻ്റെ പേരാണ് ജിബി. ഷെയ്ൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഷിയാൻ അങ്ങോട്ട് വരുന്നത്. അവർ വീണ്ടും കമ്മിറ്റ് ആയതുപോലെ മതി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഷെയ്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഷെയ്ൻ ഉടനെ ഇല്ല എനിക്ക് ലോ ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറയുന്നു. എന്ത് ലോ ക്ലാസ്സോ? നീ സയൻസ് അല്ലേ പഠിക്കുന്നത്, നീ എന്തിനാ ആ ക്ലാസ്സിൽ പോകണം? അത് ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, നീ അവളെ കാണാൻ പോവുകയാണല്ലേ? ഇങ്ങോട്ട് നോക്ക്, നീ വിചാരിക്കുന്ന പോലെയല്ല ലൂഷി. അവൾ നല്ല പെണ്ണല്ല, അത് നിനക്ക് മനസ്സിലാവില്ല. അവളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് വിചാരിക്കും, എന്നാൽ അത് സത്യമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അവളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ബട്ട് ഷെയ്ന അവൾ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനായി. നമ്മുടെ ലൂഷി ഈ സമയത്ത് ക്ലാസ്സിലിരിക്കുകയാണ്. അവളുടെ കൂടെ മൻഹൂരിയും ഉണ്ട്. അപ്പോൾ മൻഹൂരി പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ഇന്ന് അവൻ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലല്ലോ, നിന്റെ നോട്ട് അവനെ കൊടുക്കുമോ? അവനക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആവും എന്ന് മൻഹൂരി പറയുന്നു. ലൂഷി ഓക്കെ എന്ന് പറയുന്നു. ലൂഷിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അത് നോക്കിയാണ് നമ്മളെ ലൂഷി. ബാക്കി നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ.